കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം പൊളിച്ചു മാറ്റാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. രണ്ടാം പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് യഥാസമയം നടപടി സ്വീകരിക്കാത്തതിൽ യാത്രക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഈ മാസം 9-ാം തീയതിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രണ്ടാം പ്ലാറ്റ്ഫോമിലെ 138 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണത്. ആളപായമില്ലാത്തതാണ് ഏക ആശ്വാസം. 3-ാം പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് തുടരും. ഗോപുരം ഇടിഞ്ഞു വീണതിനെക്കുറിച്ച് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പാലക്കാടെത്തി വിശദീകരണം നൽകി. റെയിൽവേ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. തകർന്നു വീണ ഗോപുരം പൂർണ്ണമായും പൊളിച്ചു നീക്കി. മണ്ണും കല്ലുമടക്കമുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. പ്ലാറ്റ്ഫോമിന്റെ ഭാഗം തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തകർന്നു വീണ ഗോപുരത്തിന്റെ അത്ര പഴക്കമുള്ളതാണ് രണ്ടാം പ്ലാറ്റ്ഫോമിലുള്ള 3 ഗോപുരങ്ങളും. റെയിൽവേ അധികൃതർ കൃത്യമായി സേഫ്റ്റി ഓഡിറ്റ് നടത്താത്തത് കാരണം റെയിൽവേയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കെട്ടിടമാണ് ഇപ്പോൾ പൊളിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.